എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഡൽഹിയിൽ വരെ ഇഡിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്ന ആൾക്കാർ, ഇവിടെ വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്ന ആൾക്കാർ, ഇതെല്ലാം തന്നെ ഒരു യുവതിക്ക് കേരളത്തിൽ ഒരു സംരംഭം തുടങ്ങാൻ അനുവദിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടലാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന മുതിർന്ന നേതാക്കന്മാരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ഇത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ, ആ കാര്യങ്ങളെ നിയമപരമായിട്ട് അവർ നേരിടട്ടെ എന്നാണ്. എന്ന് വെച്ചാൽ ഡിഫൻസ് എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വെറും ഡാമേജ് കൺട്രോൾ ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഒരു കാര്യം ഞാൻ പറയട്ടെ, പറയൂ. നമ്മുടെ പാർട്ടിക്ക് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വർഷങ്ങളോളം വീണയുടെ സ്ഥാപനത്തെ അന്വേഷണം വരുന്ന സമയത്തെല്ലാം CPM-ഉം പിണറായി വിജയന്റെ കുടുംബവും തൊടാൻ പാടില്ലാത്ത എന്തോ ആണ് എന്ന രീതിയിലത്തേക്കാണ് ഇവരെല്ലാവരും തന്നെ അവതരിപ്പിച്ചത്. ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, ലെജിറ്റിമേറ്റ് ആയിട്ട് നിയമപ്രകാരം ഒരു അന്വേഷണ ഏജൻസിക്ക് ഒരു കേസ് അന്വേഷിക്കുന്നതിനുള്ള അവരുടെ അവകാശത്തിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അവർ പ്രതികരിച്ചിരുന്നത്. വാക്കാൽ പ്രതികരിച്ചു, പിന്നീട് അവസാനം കല്ലും കട്ടയും മുട്ടയും കൊണ്ടുവന്ന് അവർ എറിഞ്ഞു വരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കാമായിരുന്നു. ഇത് മുഴുവൻ വട്ടന്മാരല്ലേ. ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഇപ്പോഴും ഇല്ല. കാരണം നമ്മൾ ഈ അയ്യപ്പന്റെ സ്വർണം കെട്ട കേസിൽ നമ്മൾ അറസ്റ്റിലായിരിക്കുന്ന ഒരാളിനെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിക്കുന്നത് 8 മാസങ്ങൾക്ക് ശേഷമാണ്. പ്രശ്നമാക്കണ്ടെന്ന് ഇത്തരം നിരുത്തരവാദപരമായ നടപടികളാണ് താല്പര്യം തുടക്കം വെക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിവിടെ കണ്ടതാണ്, ക്യാമറ കണ്ണുകളെല്ലാം തന്നെ ഒപ്പിയെടുത്തിരുന്ന ഇഡിയെ ആക്രമിക്കുന്ന ആൾക്കാർ, അവർക്കെതിരെ കേസുണ്ട്. അതിൽ എത്ര ആൾക്കാരെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട്, അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഞങ്ങൾ അങ്ങനെ ചെയ്യൂ, ഞങ്ങൾ നിരപരാധികളായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ പ്രവർത്തകരെ പോലും അണിനിരത്തി റെയ്ഡുകൾക്കെതിരെ പ്രതിഷേധിച്ചു, ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ ആക്രമിച്ചു, അവരെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു, രാഷ്ട്രീയ പ്രതികാരമാണ്, വേട്ടയാടലാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ആളും അനക്കവും ഇല്ലാത്ത ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആക്കി വെച്ചു എന്ന്. പക്ഷെ പോലീസും ഇഡിയും ഒക്കെ കുറച്ചുകൂടി ഒരു മുൻകരുതലൊക്കെ എടുത്തിരുന്നു. അവര് CPM-നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് തയ്യാറായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണെന്ന് പറഞ്ഞു. പണ്ടുണ്ടായിരുന്നത് പോലെയുള്ള പ്രതികരണം പോലുമില്ല. CPM-ന്റെ ഏത് നേതാക്കന്മാരാണ് പ്രതികരിക്കുന്നത്, എന്താണ് പ്രതികരിക്കുന്നത്, ഒന്നുമില്ല. കേരളീയ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വീണയുടെ കമ്പനിക്ക് വേറെ എവിടെ നിന്നെങ്കിലും വഴിവിട്ടൊരു കോൺട്രാക്ട് കിട്ടിയോ, അതുവഴി അവർക്ക് 50 ലക്ഷം രൂപ കിട്ടിയോ, 2 കോടി രൂപ കിട്ടിയോ, ഇതൊന്നും അല്ല ആൾക്കാരുടെ പ്രധാനപ്പെട്ട. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ആൾക്കാരുടെ പ്രധാനപ്പെട്ട കൺസേൺ ഇവിടെ ബിസിനസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പ്രസിംഗ് ഇഷ്യൂ എന്ന് പറയുന്നത് എക്സാലോജിക് എന്ന് പറയുന്ന ബാംഗ്ലൂർ ബേസ് ആയിട്ട് പ്രവർത്തിക്കുന്ന വളരെ ചെറിയ ഒരു IT സ്ഥാപനമായിരുന്നു. മറ്റ് ഇത്തരം വലിയ ലാർജ് കോൺട്രാക്ട്സ് ഒന്നുമില്ല. പക്ഷെ കോടിക്കണക്കിന് രൂപ കൺസൾട്ടൻസി ഫീസ് ഇനത്തിൽ കിട്ടുന്ന, അതിന്റെ 1 ഡയറക്ടർ മാത്രമുള്ള കമ്പനിയാണ്. ആ 1 ഡയറക്ടർക്ക് മാത്രമായിട്ട് പ്രത്യേകവും കൺസൾട്ടൻസി ഫീസ് കിട്ടുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഹ്യൂജ് എൻഗേജ്മെന്റ് എങ്ങനെ സാധ്യമായി എന്നുള്ളതാണ് ഇവിടെ ആൾക്കാർക്ക് അറിയാൻ താല്പര്യം. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളാം. സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നുള്ളത് വീണ തന്നെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ SFIയുടെ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ. കാരണം സേവനം കൊടുത്തിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അതിന് ഒരു തരത്തിലുള്ള ഡിജിറ്റൽ എവിഡൻസും ഹാജരാക്കാനായിട്ടില്ല എന്ന് അവർ വളരെ കൃത്യമായിട്ട് പറയുന്നു. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാൽ പിടിച്ചിട്ടില്ല. തന്നെയുമല്ല, സേവനം കിട്ടിയിരിക്കുന്ന സ്ഥാപനത്തിന്റെ IT കൈകാര്യം ചെയ്യുന്ന ആൾക്കാരും വീണയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാർക്കും അവർക്ക് ഇങ്ങനെ ഒരു ക്ലയന്റ് CMRL എന്ന പേരിൽ ഉണ്ടായിരുന്നു എന്നതിനെ പറ്റി എന്ന് വെച്ചാൽ എങ്ങനെയാണ് പിന്നീട് അവർക്ക് ആ കോൺട്രാക്ട് കിട്ടിയത് എന്നതിനെ പറ്റിയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് തന്നെ, CMRL എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് തന്നെ അനിവാര്യമായിട്ടുള്ള നിരവധി ക്ലിയറൻസുകൾ നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. അതുകൊണ്ട് എന്റെ മകളുടെ കമ്പനിക്ക് നിങ്ങൾ യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ പ്രതിഫലം തന്നോളൂ, പകരം നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലിയറൻസ് ഞാൻ തരാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ക്വിഡ് പ്രോക്വോ, അതായത് ഒരു പ്രത്യുപകാരം, എന്നെ സംശയിക്കരുത്, ആ രീതിയിലത്തേക്കുള്ള ഒരു പരസ്പര സഹായ സഹകരണ സംഘം ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് അറിയുക എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണ്. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ആ രീതിയിലത്തേക്കാണ് സത്യത്തിൽ ഈ അന്വേഷണം ഇനി പോകേണ്ടത്. അതിന്റെ ഫൈനാൻഷ്യൽ ആസ്പെക്ട് ഉണ്ട്, കമ്പനി ആസ്പെക്ട് ഉണ്ട്, അതെല്ലാം ശരിയാണ്. പക്ഷെ ഇത് ലോജിക്കലായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അതിന് ഈ രീതിയിലത്തേക്കുള്ള ഒരു ഭരണ സംവിധാനത്തിന്റെ ദുരുപയോഗം ഇവിടെ നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വ്യക്തിപരമായി ധനസമാഹരണത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. ടെൻഷൻ കാരണം കേട്ടാ
എന്റെ നെഞ്ചിൽ പാണ്ടിയും പഞ്ചാരി ഒരുമിച്ച ഇഡിയുടെ ആൾക്കാർ എന്തിനാണ് അന്ന് പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിൽ വന്നത്? അദ്ദേഹത്തിന്റെ മകളോട് ചുടു ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാരെ സ്വീകരിക്കുന്നത് ചുടു കട്ടകൾ കൊണ്ടായാലോ? അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ധാർമ്മികതയെക്കുറിച്ച് ഇതുവരെ പാർട്ടിയുടെ ഒരു നേതാവും പ്രതികരിച്ചിട്ടില്ല. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. സത്യം പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ സംരക്ഷിക്കാൻ ശ്രമിച്ചത് സംസ്ഥാനത്തിന്റെ താല്പര്യമല്ല, പാർട്ടിയുടെ താല്പര്യമല്ല, മറിച്ച് ഒരു കുടുംബത്തിന്റെ താല്പര്യമാണ്, ഒരു വ്യക്തിയുടെ താല്പര്യമാണ്. അയ്യേ വൃത്തികെട്ട ഏർപ്പാട്. ആ വ്യക്തിക്ക് പാർട്ടിയുമായിട്ട് നേരിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ആ വ്യക്തിക്ക് നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. അവർക്ക് ഏതെങ്കിലും തരത്തിൽ പാർട്ടി മെമ്പർഷിപ്പ് പോലും ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഈ തെരുവിനെ കലാപകലുഷിതമാക്കിയത്? അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അത് ഫിക്സ് ചെയ്യപ്പെടേണ്ടതല്ല. അങ്ങനെ പറയരുത് സാർ, അവരൊരു ആദർശത്തിന്റെ പേരിൽ കോൺഗ്രസിലെ കുടുംബാധിപത്യം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാലവും മാർക്സിസ്റ്റുകാരൊക്കെ തന്നെ വിമർശിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിലും അത് തന്നെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അതിന് തെരുവിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് മടിയില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. ഞാൻ അപ്പോഴേ പറഞ്ഞോട് ഇതൊന്നും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെ ഒക്കെ തന്നെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് CPM-ന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ആൾക്കൂട്ട ആക്രമണം, മോബ് ലിഞ്ചിങ് എന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ ED ഇവിടെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ കണ്ടത് പ്രത്യേകമായിട്ട് പറയേണ്ടതുണ്ട്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ED ഉദ്യോഗസ്ഥർ, ആ ഉദ്യോഗസ്ഥരെ മോബിലിഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ആൾക്കൂട്ട ആക്രമണമാണ് നടത്തുന്നത്. അത് ഏതെങ്കിലും അഡ്രസ് ഇല്ലാത്ത ആൾക്കൂട്ടമല്ല, ഒരു പാർട്ടിയുടെ ആൾക്കാരാണ്. പാർട്ടിയുടെ ഈ തിരുവനന്തപുരത്തുള്ള തലസ്ഥാനത്തുള്ള ആൾക്കാർ വിളിച്ചിട്ട് വന്നിരിക്കുന്ന, അവിടെ അസംബിൾ ചെയ്തിരിക്കുന്ന പാർട്ടി താല്പര്യത്തിലുള്ള ആൾക്കാരാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തടി മണ്ണോ മാത്രം പോരാ, മൂള വേണം, മൂള. കേവലം ഒരു മോബല്ല, ഒരൊറ്റ കോമൺ ഇന്റൻഷനോട് കൂടി വന്നിരിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ പല ഇന്റൻഷനോട് വന്നിരിക്കുന്ന ട്രൂ സെൻസിലുള്ള ഒരു മോബ് എന്ന് പറയുന്ന ഒരാൾക്കാരല്ല. പാർട്ടിയുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി വന്നിരിക്കുന്ന, താല്പര്യത്തിന് വേണ്ടി വന്നിരിക്കുന്ന രാഷ്ട്രീയ കോമാളികൾ. ഔചിത്യം എന്നൊരു സാധനമുണ്ട്, ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം. എടാ ED എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വിളിക്കുകയാണ്. ഇതെല്ലാം എന്തിന്റെ പേരില? ED തൂക്കിയെടുത്തോണ്ട് പോകും, അല്ലെങ്കിൽ അവിടെ നിന്ന് പോലീസ് ഇടപെടും. ഇതൊന്നും ഒക്കത്തില്ല, ഇതൊന്നും നടക്കില്ല എന്ന് വിചാരിക്കുന്നത് ഈ പിന്നിൽ നിൽക്കുന്ന കോമാളികളെ കണ്ടിട്ടാണ്. അതായത് ഈ കട്ടയും മുട്ടയും എറിഞ്ഞിട്ടും ഞങ്ങളുടെ നേതാവിനെ സംരക്ഷിക്കാനായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് എന്നുള്ള ബോധത്തിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഈ ധൈര്യമാണ്, ഈ ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എല്ലാ കാര്യത്തിലും ആദർശം പറയുന്ന, ധാർമ്മികത പറയുന്ന പാർട്ടിയാണല്ലോ CPI. CPIയുടെ നേതാക്കൾ തലസ്ഥാനത്ത് ഇത്രയും വലിയ അക്രമം നടന്നിട്ട് ആ അക്രമത്തിന് നേതൃത്വം നൽകിയിരിക്കുന്ന ആൾക്കാരെ ഈ വെച്ചുപുറപ്പിക്കാൻ പാടില്ല CPM എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായം ധാർമ്മികതയുടെ പേരിലോ ആദർശത്തിന്റെ പേരിലോ പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും ഇപ്പൊ ആ സമയത്ത് അവരെന്താ ചെയ്യുക? ഈ വിഷയം വന്നപ്പം ഒട്ടകപക്ഷിയെ പോലെ മണ്ണിൽ തല പൂഴ്ത്തിയിരിക്കുക. സത്യത്തിൽ പിണറായി വിജയന്റെ വസതിയുടെ മുന്നിൽ നടന്നത് ഒരു ആൾക്കൂട്ട വിചാരണയ്ക്ക് വേണ്ടിയിട്ടുള്ള, ആൾക്കൂട്ട ആക്രമണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അത് നമ്മുടെ ഭാഷയിൽ, ശ്രീ പിണറായി വിജയന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ CPM-ന്റെ നമ്മൾ കണ്ടിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ രക്ഷാപ്രവർത്തനമായിരുന്നു. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. രക്ഷാപ്രവർത്തനമായിരുന്നില്ലേ? നേരത്തെ കയ്യിലുണ്ടായിരുന്നത് പൂച്ചട്ടിയാണ് കയ്യിൽ കിട്ടിയതെങ്കിൽ, അല്ലെങ്കിൽ ഹെൽമെറ്റ് ആണ് കിട്ടിയിരുന്നെങ്കിൽ അത് ഇടിഞ്ഞു. ഇപ്പൊ എന്താണ്? തൊട്ടടുത്ത കടയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മുട്ടയാണ്, കയ്യിൽ പെട്ടെന്ന് തടഞ്ഞിരിക്കുന്നത് വടിയാണ്, അതേപോലെ എവിടെ നിന്നോ കിട്ടിയിരിക്കുന്ന ചുടുകട്ടയാണ്. ഈ കാര്യം എടുത്തിട്ട് എറിയുകയാണ്. ഇതിനാണ് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്. നീ ഇങ്ങനെ നിരാശപ്പെടാതെ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.